ഇതൊക്കെയാണ് ഈ മതനേതാക്കൾക്ക് പറ്റിയ അപകടം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ദൈവത്തെ മറയാക്കുന്നു. നമ്മുടെ നേതാക്കന്മാർക്കും നമുക്കും വിശ്വാസികൾക്കും ഒക്കെ സംഭവിക്കുന്നുണ്ട്. സ്നേഹം അപ്രത്യക്ഷമാകുമ്പോൾ മതം മൂർച്ചയേറിയ ആയുധം പോലെയാകും. സ്നേഹിക്കാൻ പഠിപ്പിക്കാത്ത, സ്നേഹത്തിനിടമില്ലാത്ത, ക്ഷമിക്കാൻ ഓർമ്മിപ്പിക്കാത്ത, കരുണ കാണിക്കാത്ത, സ്നേഹത്തിൻ്റെ വർണ്ണങ്ങളില്ലാത്ത ഒരു മതം. നമ്മൾ അങ്ങനെ ആയി പോകരുത്. സ്നേഹമില്ലാത്തിടത്തും മതം ആയുധമാണ്. അത് മനുഷ്യരെ മുറിവേൽപ്പിക്കും, രക്തം വീഴ്ത്തും. അതുകൊണ്ട് അത് നമ്മുടെ കാലത്ത് നമുക്കിടയിൽ സംഭവിക്കാതിരിക്കാൻ ജാഗ്രതയുണ്ടാകണം. കുരിശ് വെളിപ്പെടുത്തുന്നത് സ്നേഹമില്ലാത്ത മതത്തിൻ്റെ രോഗാവസ്ഥയാണ്. സത്യത്തെ ഭയക്കുന്നവര് മെല്ലെ അനീതി കൊണ്ട് സത്യത്തെ വേട്ടയാടാൻ തുടങ്ങും. നമുക്കിടയിലൊക്കെ സംഭവിക്കും. തനിക്ക് നേരെ വരുന്ന സത്യത്തെ ഭയപ്പെടുന്നവർ, ആ സത്യത്തെ ഫേസ് ചെയ്യാൻ തൻ്റെ ഇടമില്ലാത്തവർ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അനീതിയാണ്. അനീതി കൊണ്ട് സത്യത്തെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുന്നവർ. ചിലപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും. കർത്താവ് നമ്മുടെ ആന്തരികതയിലേക്ക് വരുമ്പോൾ വി ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്. പുറത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നേക്ക്, അകത്തോട്ടൊന്നും വരണ്ട. അകത്തേക്ക് കർത്താവ് പ്രവേശിച്ചു. വിശ്വാസത്തിൻ്റെ അകത്തളങ്ങളിലേക്ക് കർത്താവ് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ, പ്രബോധനങ്ങൾ കൊണ്ട് അതിൻ്റെ അകത്തളങ്ങളെ വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചപ്പോൾ they were offended. അവർ കർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. അസൂയയുടെ ഭ്രാന്ത്, അസൂയ ഭ്രാന്തായിട്ട് മാറുന്നു. നമുക്കിടയിലും ഉണ്ട്. വെറുതെ അനാവശ്യമായ അസൂയയ്ക്ക് വളമിട്ട് കൊടുക്കരുത്. മറ്റുള്ളവരുടെ ഒരു അസൂയ അകത്ത് കൊണ്ടുവരരുത്. അത് കൊണ്ടുവന്നാൽ നമ്മൾ അറിയാതെ ഈ അസൂയ നമ്മളെ ഭ്രാന്തരാക്കി മാറ്റും. അവര് നിയമം വായിച്ചിട്ടുണ്ട്, പക്ഷെ നിയമദാതാവിനെ തിരിച്ചറിയാൻ അവർ കഴിയാതെ പോയി. ചിലപ്പോൾ അങ്ങനെയായി പോകും. വിശ്വാസം കേവലം നിയമപുസ്തകം മാത്രമായി ചുരുങ്ങിപ്പോകരുത്. നിയമപുസ്തകത്തിനപ്പുറത്ത് നിയമദാതാവായ ദൈവത്തെ കാണാൻ, കർത്താവിനെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത് കേവലം ചട്ടക്കൂടും ചിട്ടവട്ടവും മാത്രമായി വിശ്വാസവും മതവുമൊക്കെ മാറിപ്പോകും. ഇതിനെ കേവലം ഒരു രാഷ്ട്രീയ കഥയായി ഈശോയുടെ പീഡാനുഭവത്തെ ചുരുക്കി കളഞ്ഞേക്കരുതെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക് ഈശോ ഹി വാസ് ജസ്റ്റ് എ സോഷ്യൽ റിഫോർമർ. അവനൊരു സാമൂഹിക പരിഷ്കർത്താവ്, ഒരു വിപ്ലവകാരി മാത്രമായിട്ടേ കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റൂ. ദിസ് ഈസ് എ സ്പിരിച്വൽ വാർ. ദിസ് ഓൾ അബൌട്ട് സാൽവേഷൻ, ഓൾ അബൌട്ട് റിഡംഷൻ. അതുകൊണ്ട് ഇത് ആത്മീയ അന്ധതയുടെ വിഷയമാണ്. അപ്പുറത്ത് കർത്താവ് നമുക്ക് വാങ്ങിത്തരുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ബന്ധനങ്ങളെ തകർക്കുന്ന രക്ഷയുടെ അനുഭവമാണ് കർത്താവ് തരുന്നതെന്ന്. ഈ ധ്യാനം നമുക്ക് കുറച്ചുകൂടെ പേഴ്സണലായിട്ട് എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ വിചാരണ നടക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിനെ വിചാരണ ചെയ്യുന്നവരായി മാറിപ്പോകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം.